മാർച്ച് 3 ലോക കേൾവി ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി പെരിന്തൽമണ്ണ അസന്റ് ENT ആശുപത്രിയിൽ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം മാർച്ച് 3 ലോക കേൾവി ദിനമായി ആചരിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ അസന്റ് ENT ആശുപത്രിയിൽ വിപുലമായ പരിപാടികൾ നടന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ISS സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികൾക്കായുള്ള കേൾവി പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഉദ്ഘാടനം ചെയ്തു. കേട്ടിട്ടില്ലെങ്കിൽ നമ്മളെന്താ പറയാ നമ്മളൊന്നും പറഞ്ഞില്ലാന്ന് പറയില്ലേ? അപ്പൊ അതൊക്കെ പ്രയാസമല്ല നമുക്ക്. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമുക്കത് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മള് ഇത് പറഞ്ഞേക്കും പറയണ്ടേ? അപ്പൊ നമ്മളെ കേൾവി ശക്തി നമുക്കില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കേൾവി ശക്തി ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ മറ്റുള്ളവരുടെ വേറൊരാൾ പറയുന്നത് നമുക്ക് കേൾക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന. അത് കേൾക്കുന്നത് അത് നമുക്ക് അതിന്റെ മനസ്സ് ഒരു സമാധാനം അല്ലേ? വിദ്യാർത്ഥികളുടെ പഠന വൈകല്യങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്ന കേൾവിക്കുറവ് നേരത്തെ കണ്ടെത്തി ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കുക എന്നതാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത്. അസന്റ് ENT ആശുപത്രി ചെയർമാൻ ഡോക്ടർ PK ഷറഫുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. IMA പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷറഫുദ്ദീൻ KP മുഖ്യാതിഥിയായിരുന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ അനുരാധ വർമ്മ, ISS സ്കൂൾ പ്രിൻസിപ്പൽ നൌഫൽ പുത്തൻ PDAക്കൾ, NP പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. കുട്ടികളെ ബന്ധപ്പെടുത്തി സമൂഹത്തിൽ നിന്ന് ക്ലാസുകളിലേക്ക് എന്നതാണ് ഈ വർഷത്തെ കേൾവി ദിനാചരണത്തിന്റെ പ്രമേയം. നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് അടുത്ത സമൂഹം. അവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. അവരാണ് നമ്മുടെ ഫേസ്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ പറയുമല്ലോ, അതായത് കതിരിന് വളം ഇടാൻ പറ്റില്ല, വിത്തിനെ വളം ഇടാൻ പറ്റുള്ളൂ. അതായത് ഏതൊരു ആശയവും നമ്മൾ ചെറുപ്പത്തിലെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ആ ആശയം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയും ചെറുപ്പത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കുക. സാധാരണഗതിയിൽ കേൾവി എന്ന് പറയുന്നത്, കേൾവിക്കുള്ള വലിയൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയ പ്രായത്തിൽ ഒരു 3 വയസ്സിൻ്റെ ഉള്ളിൽ കേൾവിക്കുറവ് കണ്ടെത്തിയില്ലെങ്കിൽ, അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, അത് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ അതിന് ഇടപെട്ടിട്ടില്ലെങ്കിൽ, അതിന് വേണ്ടതായ ചികിത്സ കണ്ടെത്തി കൊടുത്തിട്ടില്ലെങ്കിൽ, അതിൻ്റെ കേൾവിയുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കേൾവിക്കുറവ് കണ്ടെത്തുന്നു, അതൊരു 3 വയസ്സിൽ 2 വയസ്സിൽ കണ്ടെത്തേണ്ട കേൾവിക്കുറവ് ഒരു 25 വയസ്സിൽ 20 വയസ്സിൽ കണ്ടെത്തുന്നു. മിക്കപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കേൾവി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ചെവിയുടെ ഉൾവശത്തിന്റെ വലിപ്പത്തിലുള്ള രൂപം ഹോസ്പിറ്റലിന് മുന്നിൽ സ്ഥാപിച്ചു. 10 അടി ഉയരത്തിലും 6 അടി വീതിയിലുമാണ് ഓർഗൻ ഓഫ് കോട്ടിയുടെ രൂപം അനാച്ഛാദനം ചെയ്തത്. തുടർന്ന് വിദഗ്ധ ഡോക്ടർമാരുടെയും ഓഡിയോളജിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ കേൾവി പരിശോധന നടത്തി. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.